ഈ DCP എന്തായാലും പെൻഷൻ വാങ്ങിച്ച് അദ്ദേഹത്തിന് പെൻഷൻ പറ്റിയ ശേഷം പെൻഷൻ വാങ്ങിച്ച് ജീവിക്കാമെന്ന് അദ്ദേഹം ധരിക്കുകയും വേണ്ട. യൂത്ത് കോൺഗ്രസുകാരനെ കൊല്ലാൻ ശ്രമിച്ച DCPക്കെതിരെ കേസില്ല. അതിനെ വിമർശിച്ച് ഈ പോസ്റ്റിട്ട ആളുകളുടെ പേരിൽ കലാപശ്രമത്തിനും വധശ്രമത്തിനും കേസെടുക്കുമ്പോൾ ഈ കേരളത്തിൽ നടക്കുന്നത് നിയമവാഴ്ചയാണോ അതോ പോലീസ് രാജാണോ? DGPയോട് ഞാൻ ചോദിക്കുകയാണ്, DGP ഇത്രയധികം എല്ലാവരുടെയും ജീവൻ സംരക്ഷിക്കാൻ പോലീസിന് ഉത്തരവാദിത്വമില്ലേ? ഒരു പ്രതിഷേധക്കാരന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ച DCPക്കെതിരെ ഒരു കേസുമില്ല. അതിനെ വിമർശിച്ച് പോസ്റ്റിട്ടവരുടെ പേരിൽ കേസെടുക്കാൻ DGP നിർദ്ദേശിക്കുക. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലാണോ ഇവിടെ DGP പ്രവർത്തിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒത്താശയോടുകൂടിയാണോ ഈ ആളുകളുടെ പേരിൽ കേസ് എടുക്കാൻ DGP നിർദ്ദേശിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ മുമ്പിൽ ഞങ്ങളെല്ലാം പോയപ്പോൾ വിഷവാതകം ഞങ്ങളുടെയൊക്കെ ശ്വസിപ്പിക്കാൻ വേണ്ടി അന്നവിടെ ഈ സെല്ല് പൊട്ടിച്ചപ്പോൾ ശശി തരൂര് DGPയെ വിളിച്ചപ്പോൾ DGP പറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കാമെന്ന്. ഒരു നോക്കുകുത്തിയായി അവിടെ DGPയെ ഇരുത്തിക്കൊണ്ട് വേറെ ചില അഡീഷണൽ DGPമാരാണ് ഇവിടെ പോലീസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തെളിവാണ് ഇതുപോലുള്ള സംഭവങ്ങളിൽ. ഈ വിമർശിച്ചവരുടെ പേരിൽ കേസെടുക്കുക, കൊല്ലാൻ ശ്രമിച്ചവരുടെ പേരിൽ കേസെടുക്കാതിരിക്കുക. ഒരു കാര്യമുണ്ട്, ഞങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ട്. കോടതിയും മനുഷ്യാവകാശ കമ്മീഷനുമൊക്കെ ഈ രാജ്യത്ത് നിയമവും നീതിയും നിലനിൽക്കുമെങ്കിൽ ഈ DCPയെ ഞങ്ങൾ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നിയമപരമായ ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും. ഈ DCP എന്തായാലും പെൻഷൻ വാങ്ങിച്ച് അദ്ദേഹത്തിന് പെൻഷൻ പറ്റിയ ശേഷം പെൻഷൻ വാങ്ങിച്ച് ജീവിക്കാമെന്ന് അദ്ദേഹം ധരിക്കുകയും വേണ്ട. ഇന്നലെ കണ്ണൂരിൽ വിജിൻ പോലീസിന്റെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അല്ല, പോലീസുകാർക്ക് ആളെ മനസ്സിലാകാതെയാ. മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ് MLA ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അയാളെ തൊപ്പി ഊരി വെച്ച് സല്യൂട്ട് ചെയ്ത് മാപ്പ് പറഞ്ഞു പോകില്ലേ? പോലീസ് എല്ലാവരോടുമുള്ള പെരുമാറ്റം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പോലീസ് ഇപ്പോ ഇന്ന് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ചു. എത്രയാ പോലീസ് കേസെടുത്തിരിക്കുന്നത്? ഞങ്ങളെ UDFകാർക്കെതിരായി 256 കേസാണ്. BJPക്കാർക്കെതിരായിട്ട് എത്ര കേസാ? 18 കേസേ ഉള്ളൂ. CPMകാര് ഒരുപാട് ആളുകൾ ആക്രമിച്ചല്ലോ നമ്മുടെ കുട്ടികളെ, അവരുടെ പേരിൽ എത്രയാ കേസെടുത്തിരിക്കുന്നത്? 21. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുമല്ലോ ഇവിടെ പോലീസ് രാജാണ്. മർദ്ദകരെയും അതുപോലെ ഇതുപോലുള്ള പോലീസിലെ ക്രിമിനലുകളെയും സംരക്ഷിക്കുന്ന പോലീസ്, പ്രതിഷേധിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരായി പ്രതിഷേധിക്കുന്ന ആളുകളെ, പ്രതിയോഗികളെ, പ്രതിപക്ഷക്കാരെയാണ് വേട്ടയാടുന്നത്. ഇതിപ്പോ അയാൾക്കൊരു അബദ്ധം പറ്റിപ്പോയതായിരിക്കും. കണ്ണൂരിൽ വിജിൽ MLAക്ക് സംഭവിച്ചത് അബദ്ധമാ, അല്ലെങ്കിൽ ഒരിക്കലും അയാൾ ഇങ്ങനെ ഒരു മാർക്സിസ്റ്റുകാരനോട് പെരുമാറില്ലല്ലോ. അല്ല, അതില് വിജിൻ ഒഴിവാക്കിയാണ് ഇപ്പൊ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നഴ്സുമാർക്കെതിരെ മാത്രമാണ് ഇപ്പൊ പോലീസ് കേസ്. അതല്ല ഞാൻ പറഞ്ഞതല്ല. ആ വിജിന്റെ പേരിൽ കേസെടുത്താൽ അയാൾ പിന്നെ പിറ്റേ ദിവസം അയാളെ തൊപ്പി തെറിക്കും. അത് തന്നെ കാരണം. ആ നഴ്സുമാരുടെ യോഗത്തിലാണ് വിജിൽ പോയി ഉദ്ഘാടനം ചെയ്യാൻ പോയത്. വിജിലിന്റെ പേരിൽ കേസില്ല, നഴ്സുമാരുടെ പേരിൽ കേസ്. ഇവിടെ അത് തന്നെ. അടികൊണ്ട കുട്ടികളുടെ പേരിൽ കേസ്, അടിച്ച പോലീസുകാരന്റെ പേരിൽ കേസില്ല. ഇവിടെ നടക്കുന്നത് പോലീസ് രാജാണ്.